ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. വെരി നൈസ്. ഓ, നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം. നിങ്ങളുടെ വ്യക്തിക്ക് പൊതുവെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഹൈഡിങ് കൂടുതലാണ്. നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാക്കരൻ എന്ന കോക്കർജിയുടെ പ്രസന്റ് സിറ്റുവേഷൻ കുറച്ച് പരിതാപകരമാണ്. അതായത് നമ്മള് ഈ എന്താ പറയാ, ഒരു മാളം, ആ മാളത്തിൽ ചെന്ന് അതിൻ്റെ അകത്ത് പാമ്പുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. അത് ഭയങ്കര മോഹിപ്പിക്കുന്ന ഒരു സാധനമായിരിക്കും. അതിൻ്റെ അകത്ത് പോയി കൈയിട്ട് കടി മേടിച്ച എന്ന് കടി മേടിച്ചിട്ടുള്ള ഒരവസ്ഥയാണ് നിങ്ങളുടെ പാക്കരൻ എന്ന കോക്കർജിക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കോക്കർജി അത് പുറമേ കാണിക്കില്ല. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ വളരെ ധീരയും ഞാൻ ശക്തനും ശക്തിയും എല്ലാം ഞാനാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല, അതായത് നഷ്ടങ്ങൾ എനിക്ക് വന്നിട്ടില്ല. എനിക്കല്ല, നിങ്ങളുടെ വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കോക്കർജിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് എനിക്ക് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല, എന്നെ ആരും പറ്റിക്കാൻ അനുവദിക്കില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, രണ്ടാമത്തെ ഒരാൾ എന്നെ പറ്റിക്കില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല എന്നൊക്കെയുള്ള ഇതെല്ലാം നടന്നു, സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ആര് പറ്റിക്കാൻ, എന്നെ വഞ്ചിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഐഡന്റിറ്റിക്ക് മോശമായിട്ടുള്ള ഒരു രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യില്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് വീഴുവാണെങ്കിലും അത് എന്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, അത് ആ മണ്ണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും. എന്റെ കുഴപ്പം കൊണ്ടല്ല, പുള്ളിയുടെ കുഴപ്പം കൊണ്ട് പുള്ളി ചിലപ്പോ കാലിടറി വീണാലും അത് പുള്ളിയുടെ ശ്രദ്ധക്കുറവ്, എന്റെ ശ്രദ്ധക്കുറവുണ്ടല്ല, ആ മണ്ണിന് എന്തോ മിസ്റ്റേക്ക് ആണ് കേട്ടോ, മണ്ണിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ താഴെ വീണത് എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം, സ്വന്തം തെറ്റ് മറ്റുള്ളവരുടെ തലയിലോട്ട് നൈസായിട്ട് അങ്ങോട്ട് വെച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു മച്ചമ്പിയാണ് നിങ്ങളുടെ മച്ചമ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ നൈസായിട്ട് എന്താ പറയാ, നിഗൂഢമായിട്ട് ഈ ഒരുപാട് ഈ അണ്ടർഗ്രൗണ്ട് വഴിയുള്ള പണിയൊക്കെ ഇല്ലേ, അതായത് ആരെയും അറിയിക്കാതെ സീക്രട്ട് ആയിട്ട് വേറൊരു വ്യക്തിബന്ധത്തിൽ പോവുക, എന്നിട്ട് അവിടെ നിന്ന് പണി മേടിക്കുക, അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ പെടുത്തുക. രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ കുറച്ച് മോഹന വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ അകത്ത് രണ്ടിടവും ഇല്ലാതിരിക്കുക. അതായത് രണ്ട് വഞ്ചിയിലും കാല് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കോട്ട് പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് കേട്ടോ, സ്ട്രോങ്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് വരും, ഫ്രണ്ട്സ് തേർഡ് പാർട്ടി ആയിട്ട് വരും, പ്രൊഫഷൻ തേർഡ് പാർട്ടി ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് കൂടുതലും കാണിക്കുന്നത് ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയുടെ കാര്യങ്ങൾ, അതായത് ആ വ്യക്തി സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിനെ പിടിച്ചു നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കെട്ടി വരിഞ്ഞു മുറുക്കി നിർത്തുക. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരു തേർഡ് പാർട്ടി നമ്മളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സന്റെ സമ്മതവും കൂടി വേണ്ടേ.
അല്ലാതെ തേർഡ് പാർട്ടി ഉണ്ടാവും. പാരന്റ്സിന്റെ കാര്യം ഫാമിലി കാര്യങ്ങളല്ല, അല്ലാത്ത പുറമേയുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പാക്കരൻ എന്ന കോക്കർജിയുടെ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അപ്പുറത്താണ് നല്ലത്, അവിടെ നിൽക്കുമ്പോൾ തോന്നും ഇതാണ് നല്ലത്. ഈ കമ്പാരിസൺ ഇല്ലേ, അത് ഇത്തിരി കൂടുതലാണ്. ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി എല്ലാ കാര്യവും. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും, ഞാൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും, എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കാം, പുള്ളിയുടെ മനസ്സിൻ്റെ അകത്ത് അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് മച്ചമ്പി. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അവനവന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ബന്ധം സ്ഥാപിക്കുമ്പോ, ആ ഗുണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോ ഇതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് പണി മേടിക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാരണം അതായത് ഇവരിപ്പോ പല സ്ഥലങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് മൂവ് ഓൺ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിയെ ഇപ്പൊ സാമ്പത്തികമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരു ചൂഷണം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഊറ്റിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒരു വ്യക്തി എത്രത്തോളം ചതിക്കപ്പെടാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എത്രത്തോളം വിഷമിക്കാൻ പറ്റുമോ, അത് ഉള്ളിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഉള്ളില് വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചതി എന്താണെന്ന്, ചില ആളുകൾ ചതി എന്താണെന്ന് മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, മൂവ് ഓൺ ചെയ്യാൻ പോകുന്നുണ്ട്. അത്രയും ഒരു ഹേർട്ട് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ കാണുന്ന ആളുകൾ ഇത്തിരി പുറമെ അറിയപ്പെടുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി കുറച്ച് ആളുകൾ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ പാക്കരന്റെ കുടുംബവും പുറമെയുള്ള ആളുകൾ കുറച്ച് അറിയുന്ന ഒരാളായിരിക്കും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് പുറമെ അറിയിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് അങ്ങനെയൊന്നും വന്നതല്ല, ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി, അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞ് ഡയലോഗ് ഇടുന്ന ആളാണ് നിങ്ങളുടെ പാക്കർജി. മനസ്സിലായ? പക്ഷെ എന്തുകൊണ്ടാണ് ഉള്ളിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മച്ചമ്പിക്ക് നടന്നുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞ അവരങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. എനിക്ക് നീയാണ് ശരിയെന്ന് തോന്നി, അതുകൊണ്ട് വന്നു, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. കാരണം നിങ്ങളുടെ വ്യക്തി രണ്ട് ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കൺഫ്യൂഷനാണ്, ഇതെടുക്കണോ, അതിൽ നിൽക്കണോ, ഇതിൽ നിൽക്കണോ, അവിടെ പോണോ, ഇവിടെ പോണോ, ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് ആത്മപ്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ആത്മശാപം അല്ലെങ്കിൽ ആത്മപ്രാക്ക് അത് നല്ല രീതിക്കുണ്ട്. ഒരു നല്ല രീതിക്കുള്ള ഒരു ഈ മനസ്സിലായില്ലേ, ആ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്കുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ എന്താണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള വ്യക്തി അവരെ ചതിക്കുന്നു എന്നുള്ള ഒരു തോന്നല് ദൈവമായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ആ ഒരു വിഷമങ്ങളും വേദനകളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം അവര് ചിന്തിച്ചു വെച്ചിരുന്ന നല്ലത് ഏതാണ്, അതായത് ഇപ്പൊ സോൾട്ടിനും ഷുഗറിനും ഒരേ കളറാണല്ലോ, പക്ഷെ രണ്ടും ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. അതെന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനവന് കുറെ വിഷമങ്ങളും വേദനകളും വരുമ്പോഴേ അവനവന് കുറച്ച് തലക്കകത്ത് ഇത്തിരി ബോധവും വെളിവൊക്കെ ഉണ്ടാവുള്ളൂ. അതിപ്പോ കുറച്ച് വരുന്നുണ്ട്, മനസ്സിലായോ? ഇല്ലെന്നുണ്ടെങ്കിൽ വരികയൊന്നുമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മള് ഭൂമി ചുറ്റുന്നത് പോലെ ഇങ്ങനെ നിങ്ങളുടെ പാക്കരം കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ എന്താണ്, അവിടെ എന്താണ്, അപ്പുറത്ത് എന്താണ്, ഞാൻ ആരെയൊക്കെ പരിചയപ്പെടണം, അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും, അങ്ങനെയൊക്കെ. മനസ്സിലായോ? സെൽഫ് ഡിഫെൻസ് ചെയ്യാനായിട്ട് നല്ല ഇതാണ്. അതൊക്കെ തന്നെയാണ്. ഓ മൈ ഗോഡ്. ഓക്കെ. അതായത് നിങ്ങളുടെ പാക്കരൻ, നിങ്ങളുടെ ആള് വിചാരിച്ചിരിക്കുന്നത്
നല്ല ദേഷ്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറമേ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഉള്ള രീതിയിൽ മറ്റുള്ളവർക്ക് പകൽമാന്യൻ അല്ലെങ്കിൽ പകൽമാന്യത്തി എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവർക്കൊന്നും തോന്നൂല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നൂല. നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഈ വ്യക്തിനെ പറ്റി നുണയാണെന്ന് തോന്നും, നിങ്ങൾ ദേഷ്യക്കാരി അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യക്കാരനാണെന്ന് തോന്നും. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുടെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ആളുടെ ആക്ച്വൽ പ്രകൃതം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ആളുടെ ദേഷ്യവും ഈ ആളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കുള്ളൂ. പക്ഷെ സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് സൊസൈറ്റി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കും, നിങ്ങളുടെ കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. സമൂഹം അല്ലാന്നുണ്ടെങ്കിൽ ഇവര് തന്നെ. കാരണം ഇവരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിച്ച് എന്താ പറയാ, ഇവരുടെ ഒരു തീരുമാനം മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. പുള്ളി എന്താണ് കട്ടപ്പേ, പുള്ളി കട്ടപ്പയാണ്. ഇപ്പൊ തീരുമാനം ഒന്നും മാറ്റൂല പുള്ളി. മറ്റുള്ളവർക്ക് വേണ്ടി അതായത് ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടി എന്ത് തീരുമാനവും മാറ്റും. എന്നിട്ട് കൂടെ നിന്ന് ഒരു പണി കൊടുത്തിട്ടാണ് ഈ പോയതും പരിപാടികളൊക്കെ ഉണ്ടായത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഈ പരിപാടികളൊക്കെ നടന്നപ്പോഴും മച്ചമ്പിയുടെ ജീവിതത്തില് ഓരോ വിഷമഘട്ടങ്ങൾ, അതായത് പ്ലാനിങ്സ് വിജയിച്ചില്ല, അല്ലെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ഊറ്റിയെടുക്കുവാണ്, ചതിക്കുവാണ്, വഞ്ചിക്കാണ്, ഇതുവരെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മച്ചമ്പിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോ പഴയ കാര്യം എന്താണോ, എന്നെ ആരാണോ സ്നേഹിച്ചത്, എന്നെ ആരാണോ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തത്, അതിപ്പോ നല്ല രീതിക്ക് അങ്ങോട്ട് വരുന്നുണ്ട്, നല്ല രീതിക്ക് വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാണ്. കാരണം ചില ആളുകൾക്ക് ഇത് ബ്ലാക്ക് മാജിക് എഫക്റ്റിൽ പോയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഇഷ്ടപ്രകാരം പോയതായിരിക്കാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അങ്ങനെ സ്നേഹിച്ചായിരുന്നു. കാരണം പുള്ളിയുടെ ചിന്താഗതി എന്താന്ന് പറയുമ്പോ, അല്ലെങ്കിൽ പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള കാര്യം എന്താന്ന് പറയുമ്പോ, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഇരുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഞാനായിരുന്നു രാജാവ്. ചിലപ്പോ കാണുന്നിടത്ത് നിങ്ങളുടെ അടുത്ത് ഇവരായിരിക്കും രാജാവ്, അല്ലെങ്കിൽ ഇവരായിരിക്കും രാജ്ഞി. പക്ഷെ ഇവർ ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് പെട്ടുപോയതും, അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ അടുത്തൊരു ഒരു എന്താ പറയാ, അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരാളായി നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ഇത്. കാരണം ഈ ആള് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നാണ് പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്ന് വരും പോകും, പിന്നെയും വരും പിന്നെയും പോകും, അങ്ങനെയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇയാൾ എന്തിനാണ് വരുന്നത്, ഇനിയും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടാവും എന്നൊക്കെ നിങ്ങളാണ് ചിന്തിക്കുന്നത്. കാരണം ഇത് വരും പോകും. ഈ കുറച്ച് സ്നേഹം ഇങ്ങനെ കാണിച്ചിട്ട്, കുറച്ച് അട്രാക്ഷൻ ഇങ്ങനെ കാണിച്ച്, നിങ്ങൾക്ക് കുറച്ച് സ്വപ്നങ്ങളും കുറച്ച് എന്താ പറയാ, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ തരും എന്ന് പറഞ്ഞിട്ട് വാനിഷ് ആയി പോകുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം ഇത് എവിടെയും ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അതായത് എല്ലായിടത്തും പോയി ദാറ്റ് മീൻസ് എല്ലായിടത്തും പോയി ഒന്ന് എത്തി നോക്കുന്ന ഒരു എനർജിയാണ്. എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. ചില ആളുകൾ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ അടുത്ത് മാത്രം, ഇപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിൽ അവരുടെ അടുത്ത് മാത്രം സ്റ്റക്ക് ചെയ്ത് നിൽക്കും. മനസ്സിലായോ? ആ ഒരു എനർജിയാണ്. പക്ഷെ ഇപ്പൊ എന്താണെങ്കിലും കഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റി മച്ചമ്പിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, അത് ഈ ജഡ്ജ്മെന്റും ആത്മശാപം, പ്രാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആളുകൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷനിൽ നിൽക്കുന്നവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ജീവിതത്തിൽ പല രീതിയിൽ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ അവരോ. കാരണം രണ്ടുപേരുടെ എനർജിയും ചില സമയത്ത് വരും. ഓക്കെ, അതാണ് നിങ്ങളുടെ കട്ടപ്പ അല്ലെന്നുണ്ടെങ്കിൽ പാക്കരൻ എന്ന കോക്കർജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, യെസ്, ബ്യൂട്ടിഫുൾ ചേഞ്ച്. വാച്ച് യുവർ വേർഡ്സ്. അപ്പൊ വിശ്വാസമില്ല കേട്ടാ, വിശ്വാസമില്ല, അവനവനെ തന്നെ വിശ്വാസമില്ലാത്ത മച്ചമ്പീസാണ് ഈ കാണുന്നത്. ഓക്കെ, wise decision, watch your words, beautiful change, believe in yourself, rest.
നമ്മള് ശരീരത്തിന് മാത്രമല്ല, നമ്മളിപ്പോ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും നമ്മളുടെ കാണുന്ന ആളുകളുടെ ചിന്താഗതി എന്ന് പറയുമ്പോ എന്താ പറയാ, മനസ്സിനൊരു റെസ്റ്റ് കൊടുക്കാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിന് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന, ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള, അയ്യോ അതെന്താണ്, അയ്യോ ഇതെന്താണ്, അയ്യോ മറ്റതെന്താണ്, അയ്യോ അവര് വരൂ, ഇവര് പറയുന്നത് ശരിയായിരിക്കുമോ, ഞാൻ ശരിയാണോ, ഇവര് ശരിയാണോ, മറ്റുള്ളവര് ശരിയാണോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് പോലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ ഒരുപാട് ഒരു മിനിറ്റിനുള്ളിൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന വ്യക്തിയാണ്. ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മറവി എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അതുണ്ട്. അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, ഈ പറയുന്ന പോലെ പ്രഷർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ തലകറക്കം, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിന് അല്ലെങ്കിൽ ബ്രെയിനിന് ഒരു റെസ്റ്റ് കൊടുക്കുന്നില്ല. ചിന്തയാണ് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി, 2070 എന്തായിരിക്കും, 2090 എന്തായിരിക്കും, അങ്ങനെയുള്ള, അതായത് കാസർഗോഡ് മഴ പെയ്യുന്നു, ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട് കസേരപ്പുറത്ത് കയറിയിരിക്കുന്നു, അതാണ് അവസ്ഥ. ആ കൊടയൊക്കെ ഇട്ട് ഇരിക്കുവാണ് അച്ഛൻ പീസ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിന്റെ അകത്ത് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ടവരാണ് കൂടുതൽ. ഇത് മനസ്സിന് റെസ്റ്റ് കൊടുക്കാത്തവരാണ് വിഷമിക്കുന്നവര്, അല്ലെങ്കിൽ വേദനിക്കുന്നവര്. ചിന്ത കുറക്കുക, വരുന്നിടത്ത് വെച്ച് കാണാന്നേ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ. കുറച്ചൊക്കെ നമ്മൾ പോയി പണി നോക്കാൻ പറയണം. വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പൊ നമ്മൾ എന്താ പറയാ, നേരിട്ട് നമ്മൾ നോക്കാം. അല്ലാതെ അവിടെ എന്താണ് ഇവിടെ എന്താണ്, മനസ്സിലായ, അതൊക്കെ വിട്ടുകളാ. പിന്നെ വൈസ് ഡിസിഷൻ, ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കണം. അല്ലാതെ നമ്മളിപ്പോ ദേഷ്യത്തിന്റെ പുറത്തൊരു തീരുമാനം, കരഞ്ഞോണ്ടിരിക്കുമ്പോ അയ്യോ ഞാനൊന്നുമില്ല പിന്നെ പോയി പണി നോക്കി എനിക്ക് വയ്യ, അങ്ങനെയൊന്നും അല്ല. നമ്മളൊരു ഉചിതമായിട്ടുള്ള, നമ്മളുടെ മനസ്സ് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത്, വിഷമവും വേദനകളൊക്കെ മാറ്റിയിരിക്കുന്ന സമയത്ത് മാത്രം, ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഓക്കെ. ആ, വാച്ച് യുവർ വേർഡ്സ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവരോടുള്ള ദേഷ്യം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരോടുള്ള ബുദ്ധിമുട്ട്, മനസ്സിന്റെ അകത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഉത്കണ്ഠ, ആകുലത, വിഷമം, വൈരാഗ്യം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള കാര്യം, അയ്യോ അവരെന്നെ എന്താണ് അപ്പുറത്തെ അയൽവക്കത്തെ നാരായണി ചേച്ചി അടിപൊളിയായിട്ട് ജീവിക്കുന്നു, എന്റെ ജീവിതം മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പുറത്തെ തങ്കപ്പൻ ചേട്ടൻ നല്ല അടിപൊളിയാണല്ലോ, അവര് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു, എന്റെ ജീവിതം ഇങ്ങനെ, അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് നോക്കിയിട്ടോ അവരൊക്കെ എന്ത് ഹാപ്പിയാണ്, ഞാൻ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രമാണ് ഈ കുഴപ്പം, എനിക്ക് മാത്രം, എന്റെ കൂടെ നിൽക്കുന്നവരും അടിപൊളിയാണ്, പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ കൂട്ടി 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 കൂട്ടിയിട്ട് അത് വേറെ ആരുടെയെങ്കിലും മേത്തോട്ട് തീർക്കുന്ന ഒരവസ്ഥ, ദേഷ്യത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ചില വാക്കുകൾ പറയുക, അതൊക്കെ നിർത്തുക. കൂടെ ഉള്ളവരെന്നും നമുക്ക് കൂടെ വേണം. അവര് നിങ്ങളെ ചിലപ്പോൾ സഹിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കും. ആ ദേഷ്യം ഒന്ന് കുറക്കുക കേട്ടോ. ബ്യൂട്ടിഫുൾ ചേഞ്ച്, അതായത് ഒരു ചിത്രശലഭം, ഒരു ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത് ജനിക്കുമ്പോ തന്നെ ബട്ടർഫ്ലൈ ആയിട്ട് ഇങ്ങനെ പറന്നു നടക്കുമോ, പല രീതിയിൽ, പല കളറില്, പല വിധത്തില്. അതിങ്ങനെ അതിന് ഓരോ സ്റ്റേജുകളില്ലേ, അതിനനുസരിച്ചേ വരുള്ളൂ. ആരും റിസ്ക്കും ബുദ്ധിമുട്ടും വിഷമവും ഒന്നും അറിയാതെ ആരും ഒരു സക്സസിൽ വരില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്. ആ വിശ്വാസം ഇല്ലാട്ടാ. ആദ്യം അവനവനെ തന്നെ വിശ്വസിക്കുക, സ്വന്തം കാര്യത്തിൽ വിശ്വസിക്കുക. എനിക്കിങ്ങനെയാണ്, ഞാനിങ്ങനെ നേടും, ഞാനിങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ വിശ്വസിക്കുന്നതേ, വരുന്നിടത്ത് വെച്ചാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാകും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.